ദേശാഭിമാനികളെ, ശ്രോതാക്കളെ, പ്രേക്ഷകരെ, ഇന്നത്തെ നമ്മുടെ പരിപാടിയിലേക്ക് ഏവരെയും സ്നേഹാദരങ്ങളുടെ സ്വാഗതം ചെയ്യുകയാണ്. കേരളം അത്ഭുതങ്ങൾ കണി കണ്ടും കെണികളുടെ കണി കേട്ടും ഉണരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്, ജീവിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ ഭീമത്സ രൂപങ്ങൾ പതുക്കെ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇത്. അധികാരം ഞങ്ങൾ എങ്ങനെയും വെട്ടിപ്പിടിക്കും, അധികാരം ഞങ്ങൾക്ക് തന്നെ വേണം, അധികാരം വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്കെങ്ങനെ സാധിക്കും, ഈ ചോദ്യങ്ങളാണ് കേരളം ഭരിക്കുന്ന കക്ഷിയും ഇന്ത്യ ഭരിക്കുന്ന വലിയ കക്ഷിയും ജനങ്ങളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മൂല്യങ്ങളെ മുഴുവൻ തകർത്തുകൊണ്ട്, എല്ലാ സംസ്കൃതികളെയും അട്ടിമറിച്ചുകൊണ്ട്, എല്ലാ പാരമ്പര്യ മര്യാദകളെയും തകിടം മറിച്ചുകൊണ്ട് ഓരോ രംഗത്തും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന, അതിന് ശ്രമിക്കുന്ന ഒരു സമയമാണ് ഇത്. പാലക്കാട്ടെ നിശാ നാടകം അതൊക്കെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയുള്ള ആക്രാന്തങ്ങളുടെ ഭാഗമാണ്. ജനാധിപത്യത്തെ ഓമനത്തിങ്കൾക്കിടാവോ എന്ന പാട്ടുപാടി രേമ്പൻ തമ്പിയുടെ വിസ്മയകരമായ പാട്ടുപാടി ഉറക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഉണരാതിരിക്കാൻ വേണ്ടുന്ന വിഷവിദ്യകൾ പ്രയോഗിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി, ഇത്തരം കുടിലതകളിൽ അവരെ വെല്ലാൻ അഹോരാത്രം പരിശ്രമിക്കുന്ന BJP, ഇത് രണ്ടും ചേർന്നാൽ കേരളത്തിനും ഇന്ത്യയിലും രാത്രിയും പകലും ഇരുട്ട് തന്നെ ആയിരിക്കും. പകലെന്തിന് വെളിച്ചം, അപ്പോൾ കൂടി ഇരുട്ടായിക്കൊള്ളട്ടെ. എല്ലാ കൊള്ളകൾക്കും അതാണ് സൗകര്യം, അതാണ് അവസരം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന വരിയിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോകേണ്ടി വരുന്നു. കുഞ്ഞുണ്ണിയെ വിസ്മയിപ്പിക്കുന്ന കവിതകൾ ഇനിയും രചിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്നത്? ജനങ്ങൾ ശാന്തമായി ആലോചിക്കണം. അധികാരത്തിന് വേണ്ടിയുള്ള പരവേശം, അധികാരത്തിന് വേണ്ടിയുള്ള ആക്രാന്തം, അധികാരം വെട്ടിപ്പിടിക്കാനുള്ള ക്രമവിരുദ്ധമായ സമീപനങ്ങളുടെയും നടപടികളുടെയും അരങ്ങേറ്റം, അതല്ലേ നാം ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിമത്വത്തിൽ ദീർഘകാലം ആണ്ടുപോയ ഒരു രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ ജനകീയ സേന അണിനിരക്കേണ്ട ആവശ്യം വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മാർഗങ്ങളുടെ ചിറകിനടിയിൽ കയറി ഒളിച്ച പാർട്ടികളെ നാം കണ്ടു. രാജ്യം സ്വതന്ത്രമായേക്കും എന്ന് കണ്ടപ്പോൾ അത് സമ്പന്ന സവർണ ശക്തികൾക്ക് ഭരിക്കാനുള്ള മൗലികാവകാശത്തെ ചോദ്യം ചെയ്യുന്നതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്ത സവർണ സമ്പന്ന വർഗങ്ങളുടെ ഒരു ഭാഗിക മേഖലയാണ് BJP എന്ന് നാം കണ്ടു. അന്ന് അവരുടെ ചിറകിനടിയിലേക്ക് പറന്നു കയറി അഭയം തേടിയ സോക്കാൾഡ് വിപ്ലവകാരികളെ നമ്മൾ കണ്ടു. ഇന്നെന്താണ് ഇന്ത്യയിൽ എവിടെയാണ് ജനാധിപത്യം നടക്കുന്നത്? ഭരണഘടന ജനാധിപത്യ അധിഷ്ഠിതമായ ഒരു സംഹിതയുടെ വ്യവഹാരമായതുകൊണ്ട് ആ ഭരണഘടന മാറ്റാനുള്ള ശക്തി ഇപ്പോൾ കൈവശമില്ലാത്തത് കൊണ്ട് അത് പിന്തുടർന്ന് പോരുന്നു. എങ്കിലും പല്ലും നഖവും ദംഷ്ട്രകൾ എന്ന് പറയുന്നതാണ് ശരി. ദംഷ്ട്രകൾ അകത്തേക്ക് വലിച്ച്, നഖം അകത്തേക്ക് വലിച്ച് തൊഴുകൈകളുമായി വോട്ട് ചോദിക്കുക. തെരഞ്ഞെടുപ്പിലൂടെ അധികാരം യാദർച്ഛ്യമായി കയ്യിലെത്തിയാൽ ഹിംസ്ര സഹജമായ വികാരത്തോടെ ജനങ്ങളെ വേട്ടയാടുക
വലിച്ചു കീറുക. അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഒട്ടേറെ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത്തരം അതീവ ദുർബലങ്ങളായ അത്യപമാനകരമായ സമീപനങ്ങൾക്ക് രാഷ്ട്രീയ നേതൃത്വം നൽകാൻ ധാരാളം അനുഭവ സമ്പത്തിൻ്റെ പിൻബലമുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോ CPI അതിനകത്ത് കൂട്ടേണ്ട കാര്യമില്ല. അത് രാഷ്ട്രീയമായി വേദിക്ക് വെളിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അവർക്ക് അധികാരം ആവശ്യമുള്ളപ്പോൾ എവിടെ ചേരണമെന്ന് അവർക്ക് അറിയാം. അതിൽ കവിഞ്ഞ തീവ്ര വിപ്ലവമൊന്നും അവരെന്നും ഒരിക്കലും കാണിച്ചിട്ടില്ല. അകത്തിരുത്തി ഊണ് കൊടുത്ത എല്ലാവരെയും കടിച്ചിട്ട് ജന്നലിൽ കൂടെ വെളിയിൽ ചാടി പോകാൻ മെയ്വഴക്കം നേടിയവരാണ് അവർ. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. അവരുടെ രാഷ്ട്രീയ ശക്തിയും രാഷ്ട്രീയ സാഹചര്യങ്ങളും അതിന് പ്രേരിപ്പിക്കുന്നതാണ്. അത് അവരുടെ തൊഴിലായി അവർക്ക് നിലനിർത്താം, ചെയ്യാം. എന്നാൽ കുറേ കൂടി വിശാലമായ അടിസ്ഥാനത്തിൽ ജനങ്ങളോട് സംസാരിക്കുന്ന പ്രസ്ഥാനമാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവർക്ക് ഈ രീതി അഭിലഷണീയമാണോ അപലപനീയമാണോ എന്ന് അതിൻ്റെ നേതാക്കന്മാർ ആലോചിക്കേണ്ട സമയമായിരിക്കുകയാണ്. ജനാധിപത്യത്തിലെ തത്വത്തിലെ യജമാനന്മാർ ജനങ്ങൾ തന്നെയാണ്. ജനാധിപത്യം ഉണ്ടെങ്കിൽ, നിലനിൽക്കുന്നുവെങ്കിൽ ആ യജമാനന്മാരായ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് കാണിക്കുന്നതൊക്കെ ജനങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ദയവായി അവരറിയണം. സ്ത്രീകളോട് മര്യാദ കാണിക്കാൻ വിട്ടുപോയതിനെക്കുറിച്ച് വാതോരാതെ വാചാരമായി സംസാരിക്കുന്നവരാണ് ഇന്ത്യയിലെ അഥവാ കേരളത്തിലെ ഇടതുപക്ഷക്കാർ. അതിനേക്കാൾ സംസാരിക്കുന്നവരാണ് BJPക്കാർ. ഇപ്പം BJPയും ഇടതുപക്ഷവും ചേർന്ന ഒരു മുന്നണിയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ഈ പ്രവർത്തനം എന്ന പ്രഹസനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇനി അധികാരമില്ലാതെ ഊണും ഉറക്കവും സംഭവിക്കില്ല എന്ന വികാരത്തിലെത്തിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവരുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് വല്ലാതെ ആകുലത ജനിപ്പിക്കുന്ന, വിഭ്രാന്തി ജനിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി ഭരണമല്ലാതെ അവർക്ക് മറ്റൊന്നും ചിന്തിക്കാനും സ്വപ്നം കാണാനും കഴിയില്ല. ഭരണത്തിലെത്താൻ ഏത് മാർഗം സ്വീകരിച്ചാലും ലക്ഷ്യം മാർഗത്തെ സാധൂകരിച്ചു കൊള്ളും എന്ന ഒരു വിശ്വാസ പ്രമാണം പൊടി തട്ടിയെടുത്ത് അവർ അവരുടെ പ്രവൃത്തികൾക്ക് മാന്യതയുടെ പരിവേഷം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് നീലപ്പെട്ടി, ട്രോളി ഒക്കെ ആയിട്ട് ഹോട്ടലിൻ്റെ വരാന്തയിലൂടെ ഒരാൾ പോകുന്നു. മുറിയെടുക്കാനോ മുറിയെടുത്ത് താമസിച്ചയാളോ ആരോ ആകട്ടെ, അത് തിരഞ്ഞെടുപ്പിന് ഹവാല പണം കൊണ്ടുവന്നതാണ് എന്ന് ചിന്തിക്കണമെങ്കിൽ ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്നു തോന്നും. ഹവാല വ്യാപാരങ്ങളിലൊക്കെ വൈദഗ്ധ്യമുള്ളത് ആരാണ്? പറയട്ടെ. BJPയുടെ ഇന്നത്തെ സാമ്പത്തിക സ്രോതസ് ചെറുതാണോ? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ സാമ്പത്തിക സ്രോതസ് ചെറുതാണോ? ഇവർ രണ്ടും കൂടെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ കോൺഗ്രസിനെയും കോൺഗ്രസ് നയിക്കുന്ന UDFനെയും വീഴ്ത്താൻ സാധിക്കൂ എന്നത് അവരുടെ ഒരു പൊളിറ്റിക്കൽ തിയറിയായി മാറിയിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു. അവിടെ സോഷ്യലിസം, വിപ്ലവം, റെവല്യൂഷൻ എന്നൊക്കെ പറയുന്നത് വളരെ പുച്ഛത്തോടെ കാണുന്ന ഒരു ആചാരവിധിയായി അവർ എഴുതി തള്ളിയിരിക്കുന്നു. BJPക്ക് എന്താണ് സോഷ്യലിസം? BJPക്ക് എന്താണ് മതേതരത്വം? BJPക്ക് എന്താണ് സർവജന സാഹോദര്യത്തെ പറ്റി പറയാനുള്ളത്? അതൊക്കെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ അതീതമായി എതിരായി ചില വികാരങ്ങളുടെ പ്രതിനിധികളാണ് അവർ. അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ഇന്ത്യ സവർണൻ ഭരിക്കണം, സമ്പന്നൻ ഭരിക്കണം, യജമാനവാഴ്ച തിരിച്ചു വരണം, മുതലാളിമാരും
കോടീശ്വരന്മാരും അധികാരത്തിൻ്റെ ദന്തഗോപുരങ്ങളിൽ എത്തണം, ദുർബലനും ദരിദ്രനും ഇല്ലാത്തവരും ഏതെങ്കിലും മൂലയിലേക്ക് അടിഞ്ഞ് മാറി ഒഴിഞ്ഞു കൊടുക്കണം. അതാണ് ബി ജെ പിയുടെ ശുദ്ധമായ സ്നേഹസമ്പന്നമായ ആഗ്രഹം, മോഹം. എന്താണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ രാജ്യത്തെ ഏതെങ്കിലും സമ്പന്നന്മാരെ, യജമാനന്മാരെ വെറുത്തുകൊണ്ടൊരു നടപടി സ്വീകരിക്കാൻ, വെറുപ്പിക്കുന്ന ഒരു നടപടി സ്വീകരിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന കാലം തൊട്ട് ഇപ്പോൾ അധികാരത്തിൽ തുടരുന്ന കേരളത്തിൻ്റെ പൊതുസ്ഥിതിയിൽ, പൊതു പശ്ചാത്തലത്തിൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ച് പോരുന്ന നയം എന്ന് രാഷ്ട്രീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് അറിയാം. അപ്പം മാനദണ്ഡങ്ങളെ കടന്നുകൊണ്ട്, മര്യാദകളെ കവച്ചു വച്ചുകൊണ്ട്, ജനാധിപത്യ മൂല്യങ്ങളെ തട്ടി മെതിച്ച് ചവിട്ടി ഉരുട്ടിക്കൊണ്ട്, മാനുഷിക മര്യാദകളെ മുഴുവൻ ഉല്ലംഘിച്ചുകൊണ്ട് ഇപ്പോഴും സഞ്ചാരത്തിലേർപ്പെട്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള മുന്നണി, മുന്നണിയിലെ ഘടകകക്ഷികളെ പറ്റിയൊന്നും പറയാതിരിക്കുകയാണ് ഭേദം. ഒന്ന് CPI ആണ്. അവർ വിചാരിക്കുന്നത് അവരൊന്ന് തീരുമാനിച്ചാൽ ഈ നാട് മുങ്ങിപ്പോകുന്നു. അവർക്ക് ഈ ഗവൺമെൻറ് വന്ന ശേഷം ഒരു കാര്യത്തിലാണ് അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായത്. ആദ്യം തുടങ്ങിയതൊക്കെ നിർത്തിയിട്ട് ഒടുവിൽ മനോഹരമായി ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒരാവശ്യം മാത്രം മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഉറക്ക മൈതാനത്ത് വെച്ച് അറിയിച്ചു. ഒരു ADGPയെ ആ പോസ്റ്റിൽ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും ആക്കണം. ആദ്യമൊക്കെ അസൗകര്യം പറഞ്ഞുവെങ്കിലും ഈ കുഞ്ഞുറങ്ങണമെങ്കിൽ, ഇതിൻ്റെ കരച്ചിൽ നിർത്തണമെങ്കിൽ ഇതിന് മുല കൊടുത്തേ തീരുമെന്ന് പ്രസവിച്ച അമ്മയ്ക്ക് അല്ലെങ്കിൽ ആയയ്ക്ക് അറിയാം. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ തീരുമാനിച്ചു. CPIയെ ഉറക്കാൻ വേണ്ടി ADGPയെ മാറ്റിക്കൊടുത്തു. ദേ ആർ വെരി ഹാപ്പി. അവർ അതീവ സംതൃപ്തരാണ്. ഒരു ജനകീയ ജനാധിപത്യ സോഷ്യലിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനം ഒരു ADGPയെ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുമായിട്ട് കൊതറിയത്. ഇവരേതെല്ലാം ചവിട്ട് നാടകങ്ങൾ കാണിച്ചാലും രണ്ട് തുമ്പുകൾ ചേർത്ത് വെച്ച് ഞൊട്ടി അതിനെ കളയാൻ അറിയുന്ന ആളാണ് സഖാവ് പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി. അപ്പോൾ കേരളം സമ്പൂർണ്ണമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലാണ്. അവരും ഇന്ത്യ ഭരിക്കുന്ന BJPയും തമ്മിൽ അല്പം ഒന്ന് ഊടും ഒന്ന് പാവും ആണ്. നെടുകെ പോകുന്ന നൂലും കുറുക്കേ വരുന്ന നൂലും ആണ് അവർ തമ്മിൽ. അത് രണ്ടും നന്നായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വസ്ത്രം, യാഥാർത്ഥ്യം, ഒരു മില്ലിൻ്റെ സേവനത്തോടെ അത് നല്ല തുണിത്തരങ്ങൾ പുറത്തേക്ക് വരും. മുണ്ടുകളായിട്ട്, സാരികളായിട്ട്, വിരിപ്പുകളായിട്ട്, ഇങ്ങനെയൊക്കെ വർണ്ണശബളമായ നെയ്ത്ത് സമ്പ്രദായത്തിൻ്റെ തന്ത്രത്തിലാണ് CPI എന്ന കക്ഷിയെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒതുക്കി നിർത്തിയിരിക്കുന്നത്. തത്വത്തിൽ CPM ആണ് കേരളം ഭരിക്കുന്നത്. വേറെ ഘടകകക്ഷിക്ക് ഒരു കാര്യവുമില്ല. അവർക്ക് സ്വാഭാവികമായ ഒരു രാജ്യതന്ത്രം തോന്നിയതിൽ തെറ്റില്ല. ഇനി BJPയുമായി അകലുന്നത് ശരിയല്ല. BJPയുമായി അകർന്നാൽ അവർക്ക് ഇവിടെ നിന്ന് വാരിക്കെട്ടി ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. നമുക്കറിയാമല്ലോ, നമ്മുടെ ആ നാട്ടിലെ ചില ആളുകൾ കെട്ടിടങ്ങൾ വാടകയ്ക്കെടുക്കും, വ്യാപാര സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും താമസത്തിന് വേണ്ടിയും. 1-2 കൊല്ലം ആരെങ്കിലും പാടുപെട്ടുണ്ടാക്കിയ കെട്ടിടത്തിൽ താമസിക്കുകയോ കച്ചവടം ചെയ്യുകയോ ചെയ്തിട്ട് വാടക 1-2 മാസം കൊടുക്കും. ആദ്യം കൃത്യമായി കൊടുക്കും. അത് കഴിഞ്ഞാൽ വാടക കൊടുക്കില്ല. ചെന്ന് പറയും, സാറേ മുതലാളി 2-3 കൊല്ലത്തിന് മുമ്പ് കൊറോണ വന്നിട്ട് പോയത് അറിയില്ലേ,
കൊറോണ കയറി ഞങ്ങളുടെ കുടുംബത്തെ തകർത്തു, കച്ചവടത്തെ തകർത്തു, ആരോഗ്യം തകർത്തു, എല്ലാം തകർത്തു. ചൈനക്കാരൻ്റെ മരുന്ന് വാങ്ങിച്ച് കുത്തിവച്ചവരെല്ലാം ഇന്ന് ഇരുട്ട് വെളുക്ക ചുമയ്ക്കുന്നു. കിടക്കാൻ വയ്യ, ഉറങ്ങാൻ വയ്യ, കഴിക്കാൻ വയ്യ, കുളിക്കാൻ വയ്യ, നടക്കാൻ വയ്യ. ഇതൊക്കെ വിധിയാണെന്ന് കരുതി നിങ്ങൾ ജീവിക്കുക എന്ന് ഗവൺമെൻറ്റും. ഇവിടെ ബഹുമാനപ്പെട്ട കോടതികളുണ്ട്. കോടതിയെ ബഹുമാനിക്കുന്നത് മര്യാദയുള്ള ഒരു ചെറിയ വിഭാഗം ജനങ്ങളാണ്. കോടതിയുടെ വിധി വന്നാൽ വീണ്ടും മുട്ടാപ്പോക്ക് പറഞ്ഞ് അവിടെ കയറി കുടിയിരിക്കുന്ന പലരെയും നമുക്കറിയാം. വാടക കൊടുക്കില്ല, കോടതി പറയുന്നതനുസരിക്കില്ല, കോടതിയുടെ ഉത്തരവ് എങ്ങനെ ലംഘിക്കാനും ഒക്കെ ഒന്ന് വീണ്ടും ഓടുകയാണെന്ന് ആലോചിക്കും. അവർ ഇറങ്ങേണ്ടി വന്നാൽ പിന്നെ ചെയ്യുന്നത് കുടിവെള്ളത്തിൻ്റെ ലൈൻ അങ്ങ് അടിയിൽ ഇറങ്ങി മുറിച്ചു മാറ്റുക, ഇലക്ട്രിക്കൽ ലൈൻസ് മുഴുവൻ പൊട്ടിച്ച് തകർക്കുക, ഫാൻ ഉണ്ടെങ്കിൽ മുഴുവൻ ഊരിയെടുക്കുക, വയറിങ് മുഴുവൻ ഒക്കുമെങ്കിൽ അഴിച്ചെടുക്കുക, കെട്ടിടത്തിൻ്റെ അകത്തെ കട്ടിളകളും ജന്നലുകളും അലമാരികളും ഉൾപ്പെടെ അഴിച്ചെടുത്തുകൊണ്ട് പോകുന്ന വാടകക്കാരെ പറ്റി നാം കേട്ടിട്ടുണ്ട്. ഇങ്ങനെ എന്തും ആർക്കും ചെയ്യാവുന്ന തോന്യാസങ്ങളുടെ രാജകുമാരന്മാരെ സൃഷ്ടിക്കുന്ന നിലയിലേക്ക് നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരോടെങ്കിലും പറയാൻ ഒക്കുമോ? പാവപ്പെട്ട കെട്ടിട ഉടമ തൻ്റെ 10 സെൻറ്റ് സ്ഥലം വിറ്റായിരിക്കും മക്കളെ വളർത്താൻ വേണ്ടി വാടക കിട്ടാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അത് അവർക്ക് സ്വകാര്യ സ്വത്ത് ഉണ്ടാക്കാനും സൂക്ഷിക്കാനും അവകാശം ഈ രാജ്യത്തുണ്ട്. പക്ഷേ കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങിപ്പോകില്ല. പോകുന്നെങ്കിൽ അവൻ വാട്ടർ ലൈൻ കട്ട് ചെയ്തിരിക്കും, ഇലക്ട്രിക്കൽ ലൈൻ കട്ട് ചെയ്തിരിക്കും, വയറിങ് മുഴുവൻ നശിപ്പിച്ചിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള ടൈൽസ് മുഴുവൻ പൊട്ടിച്ചിരിക്കും. ഭിത്തി ഒക്കുമെങ്കിൽ ഒക്കാവുന്ന സ്ഥലത്തെല്ലാം അടിച്ചു പൊളിച്ചിരിക്കും. ഈ തോന്നിയാസങ്ങൾ എന്തും നടത്താവുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ ഇനി മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു സല്ലാപത്തിന് ആരെങ്കിലും വേണമെങ്കിൽ അത് വിശ്വസിക്കാവുന്ന സഹകാരി BJP മാത്രമാണെന്ന് അവർക്കറിയാം. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബുദ്ധിജീവികൾ ആ ധാരണയിൽ എത്തിക്കഴിഞ്ഞു. ആ ധാരണയുടെ ആ ബാന്ധവത്തിൻ്റെ അതിൻ്റെ ശൈത്യ സുഖത്തിലാണ് ഇപ്പോഴത്തെ റെയിൽ വീണ്ടും കൊണ്ട് എഴുന്നേറ്റിരിക്കുന്നത്. റെയിലുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ ആ വിഷമങ്ങളെല്ലാം ഈ റെയിൽ നടപ്പാക്കാൻ കഴിയുമെങ്കിൽ നടപ്പാക്കുന്നതോടെ അസ്തമിക്കും. ആയുധവും അധികാരവും പോലീസും സന്നദ്ധസേനയും ഒക്കെ കയ്യിലുള്ളവർക്ക് സാമാന്യ മനുഷ്യരെ സാധാരണ സാഹചര്യങ്ങളിൽ അടിച്ചമർത്തുക എന്നതാണ് ആധുനിക സോഷ്യലിസത്തിലെ വലിയ വിജയമായി അവരെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന 3 സ്ഥലങ്ങളിൽ വയനാട്ടിൽ അങ്ങനെ എത്തി നോക്കാൻ അവർ ശ്രമിക്കുന്നില്ല. അവിടെ ചൂടനുഭവപ്പെടും എന്ന് തോന്നിത്തുടങ്ങി മാർക്സിസ്റ്റ് പാർട്ടിക്കും BJPക്കും. അത് പിന്നെ ഒരു കൊട്ടക സാഹിത്യം പറഞ്ഞുകൊണ്ട് ഈ സിനിമ ഏത് പൊട്ടൻ സിനിമയാണെങ്കിലും അതിനെപ്പറ്റിയുള്ള പ്രചരണ വണ്ടിയിലെ പ്രചരണം ഭയങ്കരമായിരിക്കും. CPI പ്രിയങ്ക ഗാന്ധി എതിർക്കുകയാണ്, അവർക്ക് അവകാശമുണ്ട്. BJP പ്രിയങ്ക ഗാന്ധി എതിർക്കുകയാണ്. ഇവരൊക്കെ നെഹ്റു കുടുംബത്തെയാണ് കയറി കുത്തുന്നത്. നെഹ്റു കുടുംബം ഇന്ത്യയുടെ വനഭൂമി പതിച്ചെടുത്തിട്ടുണ്ടോ? ഇന്ത്യയുടെ നദികൾ വറ്റിച്ച് അവർ കൃഷിഭൂമിയാക്കിയിട്ടുണ്ടോ? ഇന്ത്യയിലെ വനങ്ങളിലെ മരങ്ങൾ വെട്ടി കപ്പലിൽ കയറ്റി വിദേശത്ത് അയച്ച് വിറ്റിട്ടുണ്ടോ? ഇന്ത്യയിലെ ഖനികൾ സ്വന്തമാക്കി ആദായം എടുത്തിട്ടുണ്ടോ? ഇന്ത്യയിലെ പാടശേഖരങ്ങൾ അവരുടേതാക്കി വച്ചുകൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യുന്നുണ്ടോ? ഇന്ത്യയിലെ പെട്രോളിൻ്റെയോ പഞ്ചസാരയുടെയോ മറ്റ് ഇന്ധനങ്ങളുടെയോ ഏതിൻ്റെയെങ്കിലും കൺട്രോൾ സ്വന്തം പേരിലെടുത്തുകൊണ്ട് വിപണനം സ്വന്തം പേരിലെടുത്തുകൊണ്ട് കരിഞ്ചന്ത തടുത്ത് ജനങ്ങളെ വ്യസനിപ്പിക്കുന്നുണ്ടോ? ഇതൊന്നും അവർ ചെയ്തിട്ടില്ല. അവർക്കുണ്ടായിരുന്ന വിലമതിക്കാൻ പാടില്ലാത്ത ഭൂപ്രദേശങ്ങളും സ്വത്തുകളും പണവുമെല്ലാം
രാജ്യത്തിന് വേണ്ടി ചെലവഴിച്ച് പരമ്പരയായി കടന്നു പോരുന്നവരാണവർ. അവരെ ആക്ഷേപിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? നിങ്ങൾ അപമാനിച്ചും ആഴത്തിൽ പരിഹസിച്ചും വർത്തമാനം പറയാറുള്ള പ്രിയങ്ക ഗാന്ധി ആരെന്ന് നിങ്ങൾക്കറിയാം. 7ാം കപ്പൽ പടയുടെ നേരെ വിരൽ ചൂണ്ടി വിഡ്രോ ദി മൂവ്മെന്റ് എന്ന് പറയാൻ, ഈ മുന്നേറ്റം നിർത്താൻ ആജ്ഞാപിക്കാൻ കരളുറപ്പ് കാണിച്ച, അതിൻ്റെ വരും വരായികകളെയൊക്കെ പറ്റി ഓർക്കാനുള്ള വിവേകത്തോടെ കരളുറപ്പ് കാണിച്ച ഇന്ദിരാഗാന്ധി എന്ന ഒരു ഭരണാധികാരിയെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ ഉൾപ്പെടെ BJP ഇവിടെ അധികാരികൾ ഉൾപ്പെടെ കാണണം. ദ സ്ട്രെങ്ത് ഓഫ് ഡിറ്റർമിനേഷൻ, ദ സ്ട്രെങ്ത് ഓഫ് ഡിസിഷൻ, the strength of commanding capacity, the capability to manage the situations, whatever it may be, ഇതൊക്കെ അറിയാനും ചെയ്യാനും കഴിയുന്ന ആ 7ാം കപ്പൽ പടയെ വിരൽ നൊടിച്ച് പിറകിലോട്ട് എടുപ്പിച്ച, വഴിതിരിച്ചു വിട്ട, കടന്നു വരരുത് എന്ന് പറഞ്ഞ് ആജ്ഞാപിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഇന്ദിരാഗാന്ധി എന്ന പ്രതിഭയുടെ രാഷ്ട്രീയ ധീമതിയായ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി. നിങ്ങൾ ഓർക്കണം, രാജീവ് ഗാന്ധി എന്ന അചുംബിതനായ, ലോകം ആദരിച്ച വിസ്മയ പ്രതിഭയുടെ ഉടമയായിരുന്ന രാജീവ് ഗാന്ധിയെ നിങ്ങൾക്കറിയാം, ഭീകരന്മാർ, അധോലോക സമൂഹത്തിൻ്റെ ഉടമകൾ കത്തിച്ചെരിച്ച് ശ്രീ പെരുമ്പതൂരിൽ ഇട്ടപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന രാജീവ് ഗാന്ധിയുടെ ഭൗതിക ശരീരം ഡൽഹിയിലെത്തിക്കാൻ എങ്ങനെ മാർഗമെന്ന് ആലോചിച്ചിരിക്കുകയാണ് അന്ന് ഇന്ത്യയിലെ പ്രസിഡൻ്റായിരുന്ന ബഹുമാന്യനായ വെങ്കിട്ടരാമൻ. എയർഫോഴ്സിൻ്റെ വിമാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവരാമോ എന്നൊക്കെ ആലോചിച്ച് ഞെട്ടിത്തരിച്ചു നിന്നപ്പോൾ പ്രിയപ്പെട്ട അന്ന് വിദ്യാർത്ഥിനിയായിരുന്ന പ്രിയങ്ക ഗാന്ധി ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന വെങ്കിട്ടരാമനോട് ചോദിച്ചു, വെങ്കിട്ടരാമൻ ജി, യു ആർ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ യൂണിയൻ, can you decide to do something for the transport of the body of late രാജീവ് ഗാന്ധി എന്ന് ചോദിച്ചയാളാണ് പ്രിയങ്ക ഗാന്ധി. ആ തൻ്റെ ഇടത്തിൻ്റെ മികവും വ്യക്തിത്വവും നിങ്ങൾ മറന്നു പോകരുത്. ഒരത്യാവശ്യ സന്ദർഭവും പ്രതികൂല സാഹചര്യവും വരുമ്പോൾ അയ്യോ എൻ്റെ അമ്മോ ഞാൻ പോണേ എന്ന് പറഞ്ഞ് വെള്ളത്തിൽ ചാടുന്നയാളല്ല പ്രിയങ്ക ഗാന്ധി. വിത്ത് ഡിറ്റർമിനേഷൻ ആൻഡ് ഡിസിഷൻ, with heroism and such sort of a quality power, she asked and discussed the matter with the President of India at a time. ആ വെങ്കിട്ടരാമനോട് എൻ്റെ പിതാവിൻ്റെ ഭൗതിക ശരീരം അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര അറപ്പും താമസവും എന്ന് ചോദിച്ച വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയായിരുന്നു അന്ന് പ്രിയങ്ക ഗാന്ധി. ആ പ്രിയങ്ക ഗാന്ധിയാണ് അവശരും ദുർബലരും മർദ്ദിതരും ചൂഷിതരും നിർധനരും നിരാലംബരും നിസ്സഹായരും ആയ സാധാരണ മനുഷ്യൻ്റെ മണ്ണിൽ വന്ന് നിന്നുകൊണ്ട്, പരശുരാമ കൃതമായ കേരളത്തിൻ്റെ മണ്ണിൽ വന്ന് നിന്നുകൊണ്ട്, ദേവഭൂമിയും യാഗഭൂമിയുമായ വയനാട്ടിൽ വന്ന് മത്സരിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹസമ്പന്നരായ ജനങ്ങളോട് ഇന്ത്യയെ നയിക്കാൻ ഒരവസരം അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നത്. നിങ്ങൾ സംശയിക്കേണ്ട, ഈ തെരഞ്ഞെടുപ്പിൽ 7 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് വിജയിച്ചു വരും. അത് കാലത്തിൻ്റെയും പ്രകൃതിയുടെയും ഭാരതാംബയുടെയും ആവശ്യമാണ്. അക്കാര്യത്തിൽ ഇവിടുത്തെ ചൊക്കട രാഷ്ട്രീയക്കാരൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫി ഒന്നും വിഘാതമാവുകയില്ല. അവിടുത്തെ അമ്മമാർ, കാരണവന്മാർ, വൃദ്ധജനങ്ങൾ, സമൂഹത്തിലെ എല്ലാ തരത്തിലും പെട്ടവർ, ബുദ്ധിജീവികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, കൃഷിക്കാർ, തൊഴിലാളികൾ, എല്ലാ മേഖലയിലെയും തൊഴിലാളികൾ, അവരുടെയൊക്കെ മനസ്സിൻ്റെ
സർഗപ്രതിഭാസമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ശ്രീമതി പ്രിയങ്ക ഗാന്ധി. മേഘഗർജനം പോലെ സംസാരിക്കാൻ സാധിക്കുന്ന, ഗംഗാപ്രവാഹം പോലെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുന്ന, ബഠമാഗ്നി പോലെ പ്രതിഫലിക്കാൻ സാധിക്കുന്ന അത്യുജ്വല പ്രതിഭയുടെ പ്രതിഭാസമാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി. ആ പ്രിയങ്ക ഗാന്ധി അവിടെ 7 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരും. അല്പം പ്രതിസന്ധികൾ തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ഒരു സ്ഥലമാണ് പാലക്കാട്. മാർക്സിസ്റ്റുകാരും BJPക്കാരും ചേർന്ന് ഉണ്ടാക്കിയതാണ് ആ പ്രതിസന്ധി. ആ പ്രതിസന്ധി അവർ തന്നെ അതാ വെട്ടിമാറ്റിക്കൊണ്ട് ഒരു പുതിയ പ്രഭാതം സൃഷ്ടിച്ചിരിക്കുന്നു പാലക്കാട്ട്. റിസൾട്ട് എന്തായിരിക്കുമെന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കും റിസൾട്ട് എന്തായിരിക്കുമെന്ന് BJPക്കും അറിയാം. ചേലക്കര അവിടുത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് ഒരു തകരാറാണ് അവർ കണ്ടത്. അവർ പാട്ടുപാടിക്കളയുടെ പാട്ടുപാടുകല ആരെയും പാക്കറ്റടിക്കുന്നില്ലല്ലോ. അവർ പാട്ടുപാടാൻ കഴിയണമെങ്കിൽ സർഗശക്തി വേണം, രാഗബോധം വേണം, അക്ഷര വിവേകം വേണം, അതിനുള്ള രാഗസുധാരസസാഗരം വേണം മനസ്സിൽ. അതെല്ലാമുള്ള പ്രതിഭാശാലിയാണ് ചേലക്കരയിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി. പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിൽ നിന്ന് കണ്ടെത്താവുന്ന പെൺകുട്ടികളുടെ ഇടയിൽ നിന്ന്, സ്ത്രീകളുടെ ഇടയിൽ നിന്ന് കണ്ടെത്താവുന്ന ഒരു മാണിക്യമാണ് അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. ഇവരെയൊക്കെ വിജയിപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അനുഗ്രഹിക്കാൻ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഈ നാട് ജാതി വർഗീയ വിഘടന ഭീകരവാദികളുടെ കയ്യിലേക്ക് വിട്ടുകൊടുക്കരുത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഷാപ്പ് ഉടമകളും കോൺട്രാക്ടർമാരും റോഡ് കോൺട്രാക്ടർമാരും കെട്ടിട കോൺട്രാക്ടർമാരും എല്ലാ കള്ളക്കടത്തുകാരും കരിഞ്ചന്തക്കാരും കേരളത്തിൻ്റെ പല ഭാഗത്തും ഒത്തുകൂടിയിട്ടുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ്റിനെ താങ്ങി നിർത്താൻ, ഡൽഹിയിലെ ഗവൺമെൻറ്റിനെ താങ്ങി നിർത്താൻ. ഇത് അപകടത്തിൻ്റെ ധ്വനിയാണ് മുഴങ്ങുന്നത്. ഒരു സംശയവും വേണ്ട. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഈ 3 ഇടങ്ങളിലും വിസ്മയിപ്പിക്കുന്ന ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വരുന്ന കാലാവസ്ഥയാണ് അവിടെ ഇപ്പോൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കരുത്തരും ശക്തരുമായ ജനാധിപത്യ നായകന്മാരെ, നായികമാരെ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ, അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്.